ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങും വിശേഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ. എന്ത് പറയണമെന്ന് പോലും അറിയാൻ വയ്യ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ വ്ളോഗ് എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ ഉച്ച വരെ പതിവ് പോലെ തന്നെ. വൈകുന്നേരങ്ങളിലുള്ള വ്ളോഗൊന്നും ഞാൻ ഇടാത്തത് അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് നമുക്കൊരു കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. പ്രത്യേകിച്ചൊരു പാചകമോ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഉച്ചവരെയുള്ള പതിവ് പോലുള്ള വീഡിയോയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടു, പക്ഷെ അത് മുമ്പോട്ട് ഓടിയില്ല. എന്താണെന്നറിയത്തില്ല. ഇനി ടൈം തെറ്റി ഇട്ടത് കൊണ്ടാണോ അത് കുറച്ച് ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ട് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യാതിരിക്കുന്നതാണോ എന്നും അറിയത്തില്ല. ചിലപ്പോൾ ഇനി അങ്ങ് ഓടിയേക്കാം, അതറിയാൻ വയ്യ കേട്ടോ. എന്തായാലും മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതേ രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന വീഡിയോ മുതലാണ് കേട്ടോ എടുത്തത്. വന്ന ഉടനെ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിറകടുപ്പ് ഒന്ന് തീയൊക്കെ പിടിപ്പിച്ചു കേട്ടോ. രാവിലെ തന്നെ കുറച്ച് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്, ചോറ് വെക്കാനല്ല, തലേന്നത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അത് തിളപ്പിച്ച് ഊറ്റിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ചധികം ഇരിപ്പുണ്ട് ചോറ്. തലേന്ന് ചീനിയൊക്കെ വെച്ചതുകൊണ്ട് ചോറ് കഴിക്കാൻ ആൾക്കാർക്ക് മടിയായിരുന്നു. അതുകൊണ്ട് ചോറ് ബാക്കി ഇരിപ്പുണ്ട്. അപ്പം ചാരുമൊക്കെ വാരി അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ചോറൊന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. ഇവിടെ ചോറ് വെക്കുമ്പോൾ ഉപ്പിടാറില്ല. ഉപ്പിട്ടല്ല നമ്മൾ ചോറ് വെക്കുന്നത്. അപ്പോൾ തിളപ്പിച്ച് ഊറ്റിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കുവേ. അപ്പോൾ അടുപ്പൊന്ന് കത്താനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. നമുക്ക് കത്തി കിട്ടിയാൽ വളരെ എളുപ്പവും കൂടിയാണ്. ഞാൻ ആദ്യം കുറച്ച് പേപ്പറും കുറച്ച് ചെറിയ ചെറിയ ചുള്ളി ഉണ്ടല്ലോ, വിറക് കുഞ്ഞ് അതൊക്കെ ഒന്ന് വാരിയിട്ട് കത്തി വരുമ്പോഴാണ് വലിയ വിറക് വെച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കത്തി പിടിക്കും. അപ്പോൾ കുറച്ച് ചകിരിയോ തൊണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും നോക്കണ്ട, തിരിഞ്ഞു പോലും നോക്കണ്ട കേട്ടോ. അത്രയ്ക്ക് ചൂടുള്ളൊരടുപ്പാണേ. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി രാവിലെ തന്നെ ഞാൻ കറി അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു, ചമ്മന്തിക്കറി കേട്ടോ. അപ്പോൾ ദോശയും ചമ്മന്തിക്കറിയുമായിരുന്നു. പാത്തൂന് 2-3 മധുരദോശ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. മധുരദോശ എന്ന് പറയുമ്പോൾ കുറച്ച് നെയ്യും കുറച്ച് പഞ്ചസാരയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് മധുരദോശ. നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്കും പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കൊച്ചിന് ഞാൻ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ പാൽ കൊണ്ടുവന്നപ്പോൾ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കടുപ്പത്തിനൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. കൊച്ചിനും കൊടുത്തു. അപ്പോൾ സ്കൂളുള്ള ദിവസമാണേ. അവൾക്കങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ യൂണിഫോം ഉള്ള ദിവസമല്ല. അപ്പോൾ തലേന്ന് തന്നെ ടൈം ടേബിളൊക്കെ നോക്കി വെക്കുന്ന ആളാണ്. പക്ഷേ ഇന്നലെ വന്ന് ഒന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വട്ടം കറങ്ങി ഹോംവർക്കൊക്കെ ചെയ്തിട്ട് ഒന്നും അടുക്കിപ്പറക്കി വെച്ചതൊന്നുമില്ല. അപ്പോൾ ഇന്ന് ടീച്ചർ എന്തോ ഓലപ്പന്തും അതുപോലെ ഓല വെച്ചിട്ടുള്ള നമ്മുടെ പമ്പരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് ശരിക്കും ഇതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. പിന്നെ ഉമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു കേട്ടോ. ഓലക്കാലൊക്കെ കൊണ്ടുവന്ന ഓലയുടെ ഇതുണ്ടല്ലോ, കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ എനിക്കൊരു പമ്പരമൊക്കെ ഉണ്ടാക്കി തന്നു കൊച്ചുമോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ വന്ന് ടൈം ടേബിളൊക്കെ പറക്കി വെച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ബാഗിൽ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്ന മുടി കെട്ടലാണ്. ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉടക്കാകുന്ന ഒരു മുടിയാണ്. ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോകുന്ന അവൾക്കുള്ള അതേ സ്വഭാവമുള്ളൊരു മുടിയാണ് കേട്ടോ. ഭയങ്കര ഉടക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചീകി വൃത്തിക്കൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഇന്ന് എന്തോ ആദ്യം കെട്ടിയപ്പോൾ തന്നെ അങ്ങ് ഓക്കെ ആയി. മറ്റേത് ഞാനിങ്ങനെ കെട്ടി അഴിച്ചഴിച്ച് വീണ്ടും അതിലിങ്ങനെ ഒരു ഗോപുരം പണിയേണ്ട അവസ്ഥയാണ്. ആ തലമുടി അത്രയ്ക്കും ഇതാണ് കേട്ടോ. എണ്ണ പിടിക്കത്തില്ല. ഭയങ്കര ഡ്രൈ ആണ് ആ മുടി. അങ്ങനെ എങ്ങനെയെങ്കിലും മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ഞാൻ കൊച്ചിനെയും കൊണ്ട് നേരെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നേരെ തിരിച്ചു പോന്നു. അപ്പോൾ തലേന്ന് മീൻ കൊണ്ടുവന്നിട്ടുള്ളത് അയല ആയതുകൊണ്ട് അതിൽ നിന്ന് 2-3 മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മീനില്ല. അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ട് ചെറിയൊരു മീൻ കറി അങ്ങനെ ആക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അരപ്പൊക്കെ കൂട്ടി കറിച്ചട്ടിയിലോട്ടാക്കി കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ മീനൊക്കെ പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീനില്ലാത്തൊരു ദിവസവും നമുക്കില്ല. അതുകൊണ്ടാണ് എന്നും മീൻ. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു വീട്ടിലിങ്ങനെ ചെമ്പരത്തി വെട്ടുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ചേച്ചിയിട്ട് ചോദിച്ചു. നല്ല കളറുള്ള ചെമ്പരത്തി, അത് ക്രീം കളറ്, പുറമേ എല്ലാം ക്രീം കളറും അകത്തിങ്ങനെ നല്ല റെഡ് കളറും കേട്ടോ. അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ
അതിൽ നിന്നൊരു ചെറിയ കമ്പ് നമുക്കും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് നടാം. അപ്പം 2-3 കളറിലെ ചെമ്പരത്തി നമ്മുടെ വീട്ടിലായിട്ടുണ്ട്. മഞ്ഞയായിട്ടുണ്ട്, ഓറഞ്ച് ആയിട്ടുണ്ട്, പിന്നെ നല്ലൊരു റോസ് ആയിട്ടുണ്ട് കേട്ടോ, റോസ് കളറിൽ. അപ്പം അത് നന്നായിട്ട് വിരിഞ്ഞ് വന്നിട്ടില്ല. മൊട്ടായപ്പോൾ തന്നെ പാത്തു പിച്ചി കളഞ്ഞതുകൊണ്ട് നമുക്ക് ആ പൂവിൻ്റെ കറക്റ്റ് കളറൊന്നും അറിയാൻ പറ്റുന്നില്ല. നല്ല റോസ പോലെ നിൽക്കുന്നതാണ് കേട്ടോ അത്. അപ്പം ഇങ്ങനൊരു കമ്പം കൂടെ കിട്ടിയപ്പോൾ അനിയത്തിയുടെ കയ്യിലോട്ട് കൊടുത്തു. ഒന്ന് കുഴിച്ചിടാൻ. നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. മഴയാണെങ്കിൽ നല്ല മഴ അങ്ങോട്ട് മാറിയപ്പോഴുള്ള ചൂട് അയ്യോ സഹിക്കാൻ കഴിയുന്നില്ല, ആ വിധത്തിൽ ചൂടാണ് കേട്ടോ. കുറേ ദിവസം കൊണ്ട് ചെടികളൊന്നും ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നില്ല. കൊണ്ട് നട്ടിട്ടുള്ള ചെടികളെല്ലാം നല്ല ഇതിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കാടും പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും നമ്മളങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇനിയിപ്പം നമ്മുടെ മണി പ്ലാന്റൊക്കെ ഒന്ന് പടർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ പ്രത്യേകം ഒന്ന് നടണം. എല്ലാം അങ്ങനെ ചട്ടിക്കകത്ത് പ്രത്യേകിച്ച് നടണം, വെട്ടി നടണം എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഇനിയിപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം വേറെ ഉച്ചക്കലത്തേക്ക് കറി വെക്കാനായിട്ട് ചെറിയൊരു കോളിഫ്ലവറിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ അന്ന് എടുത്തില്ലേ, അപ്പോൾ അത് ചെറിയൊരു പീസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. മീനൊന്നും ഇല്ലല്ലോ പൊരിക്കാനായിട്ട്, അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഒരു കപ്പയ്ക്കയും കൂടെ കുത്തിയിട്ടുണ്ട്. അതായത് കപ്പയ്ക്ക വെച്ചിട്ടുള്ളൊരു തനി നാടൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, പരിപ്പൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കോളിഫ്ലവറിലേക്ക് ഞാൻ നേരത്തെ ഇതിൻ്റെ മസാലയൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഉപ്പും മഞ്ഞളും ഇട്ടിട്ടുള്ള വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ലേശം മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാലപ്പൊടി, കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അരച്ചതും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത്, ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തു. കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കപ്പയ്ക്ക കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡായിട്ട് നല്ലൊരു ഒഴിച്ചു കൂട്ടാനാണ് കേട്ടോ അത്. അപ്പോൾ അത് കപ്പയ്ക്ക ഒന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ട് ഞാൻ കപ്പയ്ക്ക എടുത്തിട്ടില്ല, അതിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഒരു പകുതി കപ്പയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു സവോള, തക്കാളി ഇട്ട് കൊടുക്കാൻ ഉണ്ടെങ്കിൽ, ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല ഇല്ലാത്തത് കൊണ്ട്. പിന്നെ സവോളയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ കുറച്ച് മുന്നേ തന്നെ കുറച്ച് പരിപ്പ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പും ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിലാകുമ്പോഴത്തേക്കും കപ്പയ്ക്ക് നന്നായിട്ടൊന്ന് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരും. ആ സമയം കൊണ്ട് നമ്മുടെ കോളിഫ്ലവറിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് വെളുത്തുള്ളി തോലോട് കൂടിയിട്ട് ഒന്ന് കുത്തിയതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഒരു മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ ഞാൻ ചിരിച്ചേ ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. കരിഞ്ഞു പോകരുത്. നല്ലൊരു കളറ് വരും കേട്ടോ. ആ ടൈമിൽ നമുക്കെല്ലാം പൊരിച്ച് കോരാവേ. അപ്പോഴത്തേക്കും നമ്മുടെ കപ്പയ്ക്കയും ചെറുപയറല്ലല്ലോ, നമ്മുടെ കപ്പയ്ക്കയും പരിപ്പും ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇനി ഒന്ന് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. കുറച്ച് തേങ്ങ അരച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജീരകവും വെളുത്തുള്ളിയും ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ തേങ്ങ ഒന്ന് അരച്ച് അതും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ തോലോട് കൂടിയിട്ട് ഒന്ന് കുത്തിയെടുത്തിട്ടുള്ള വെളുത്തുള്ളി, കടുക്, അതുപോലെ മുളക് ചതച്ചതിൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുളക് ചതച്ചത്, അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ കപ്പയ്ക്കയും പരിപ്പും വെച്ചിട്ടുള്ള ഒഴിച്ച് കറിയും ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ഇതൊക്കെ തന്നെയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ടാറ്റാ.